Hi friends, Andro Creationsile പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഫോണിന്റെ ബാക്ക് ഗ്ലാസ് ഇളക്കാം വളരെ ഈസി ആയിട്ട് സ്വന്തമായിട്ട് യാതൊരു മെഷീന്റെ സഹായമില്ലാതെ തന്നെ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് നമ്മുടെ ഫോണിന്റെ ബാക്ക് ഗ്ലാസ് ഇളക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് അതിലേക്ക് പോകാം. ഇപ്പോൾ നമ്മുടെ ഫോണിന് എന്തെങ്കിലും കംപ്ലൈൻറ്റ് വരികയാണെങ്കിൽ നമുക്ക് ഈ ബാക്ക് ഗ്ലാസ് ഇളക്കിയാൽ മാത്രമേ നമുക്ക് ഇതിൻ്റെ മദർ ബോർഡും മറ്റുമൊക്കെ നമുക്ക് ഇളക്കിയെടുക്കാൻ സാധിക്കുള്ളൂ, അല്ലെങ്കിൽ ബാറ്ററി ഇളക്കിയെടുക്കാൻ സാധിക്കുള്ളൂ. അതുപോലെ തന്നെ ചിലവരുടെ ബാക്ക് ഗ്ലാസ് മാത്രമായിട്ട് പൊട്ടിയിട്ടുണ്ടോ, അങ്ങനെ ബാക്ക് ഗ്ലാസ് മാറാനും നമുക്കിത് സേഫായിട്ട് തന്നെ വേറെ പ്രശ്നമൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് ഇളക്കിയെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ എങ്ങനെ ബാക്ക് ഗ്ലാസ് ഇളക്കിയെടുക്കുക എന്നുള്ളത് നോക്കാം. ഇത് പോക്കോ X2 ആണ്. അതിൻ്റെ ഒരു ബാക്ക് ഗ്ലാസ് പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ബാക്ക് ഗ്ലാസ് ഇളക്കുന്നു നോക്കാം. ഇതൊരു ബാറ്ററി ഡാമേജായി കൂടി വന്ന ഒരു ഫോണാണ്. അപ്പോൾ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഇളക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിലേക്ക് കടക്കാം. അതിനു മുമ്പ് ഇതുപോലുള്ള മൊബൈൽ സംബന്ധമായിട്ടുള്ള ടെക്നോളജി വീഡിയോസുകൾ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ ഈ ഒരു യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. സാധാരണഗതി ബാക്ക് ഗ്ലാസ് ഇളക്കുന്നത്, ഇത് ബാക്ക് ഗ്ലാസ് എന്ന് പറയുന്ന ഒരു ഗം ഉപയോഗിച്ചാണ് ഒട്ടിച്ചിരിക്കുന്നത്. ഈ ഗമ്മ് നമുക്ക് ഗമ്മിൽ നിന്നും ഈ ഒരു ബാക്ക് ഗ്ലാസ് ഇളക്കിയെടുക്കണം. സാധാരണഗതി നമ്മളൊക്കെ ഉപയോഗിക്കുന്നത് ഇതേപോലുള്ള ഗം റിമൂവർ അല്ലെങ്കിൽ ഒരു ലിക്വിഡുണ്ട്, ഗം ഇളക്കിയെടുക്കുന്നതിന് ഒരു ലിക്വിഡുണ്ട്, ഗം റിമൂവർ. അപ്പോൾ നിങ്ങൾ ഇതിനു വേണ്ടി നിങ്ങളുടെ ഫോണിന് ഇളക്കുന്നതിന് വേണ്ടി ഒരു ഫോണിന് വേണ്ടി മാത്രമായിട്ട് നിങ്ങൾക്ക് ഇതേപോലുള്ള ഗം റിമൂവർ വാങ്ങണമെന്നില്ല. നമുക്ക് ടിന്നർ മതിയാവും. നമുക്ക് ആവശ്യം വേണ്ടത്, നിങ്ങൾക്ക് ഒരു നല്ലൊരു ടിന്നർ നിങ്ങൾക്ക് ഏതെങ്കിലും ഹാർഡ്വെയർ ഷോപ്പിൽ നിന്നും ഒരു 4 ലിറ്ററിൻ്റെയോ അല്ലെങ്കിൽ 200 ml ഒരു ടിന്നർ വാങ്ങാവുന്നതാണ്. അതോടൊപ്പം തന്നെ നമുക്ക് വേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഒരു ബ്ലൈഡ്, ചെറിയൊരു ബ്ലൈഡ് കണ്ട ഇതേപോലെ സ്റ്റെയിൻലെസ്സിൻ്റെ ഒരു ബ്ലൈഡ്. അതുപോലെ തന്നെ നമുക്ക് വേണ്ടത് ഒരു ചെറിയൊരു ഷീറ്റ് പോലുള്ള ഒരു അതൊരു ടെമ്പേർഡ് ഗ്ലാസ് ഒക്കെ വരുന്ന ഒരു ഷീറ്റുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് എടുത്താൽ മതി, കനം കുറഞ്ഞ ഏതെങ്കിലും ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് എടുത്താൽ മതി. അപ്പോൾ ഞാൻ ഇത് ഇളക്കിയെടുക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം. ആദ്യമായിട്ട് നമുക്ക് ടിന്നർ ചെറുത് കുറച്ച് മതി, നമുക്ക് കൂടുതലൊന്നും വേണ്ട, ടിന്നർ കുറച്ച് മതി. പെട്രോൾ എടുക്കാമോ എന്നൊക്കെ പലരും ചോദിക്കുന്നുണ്ട്. പെട്രോളൊന്നും വേണ്ട, പെട്രോൾ കുറച്ച് ഇതാണ്. അതുപോലെ തന്നെ ചിലർ സാനിറ്റൈസർ ഉപയോഗിക്കാമെന്ന് ചോദിച്ചിട്ടുണ്ട്, അതൊന്നും വേണ്ട. ഓക്കെ, നമ്മൾ ടിന്നർ എടുക്കുക. ടിന്നർ എടുത്തിട്ട് ഞാൻ ഈ ബ്ലൈഡും വയ്ക്കുന്നുണ്ട്. ബ്ലൈഡും ടിന്നറും അതുപോലെ തന്നെ ഒരു ചെറിയൊരു പ്ലാസ്റ്റിക് ഷീറ്റുമാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ അതിനുശേഷം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഗ്ലാസിൻ്റെ അവിടെ ആയിട്ട് കുറച്ച് ടിന്നർ യൂസ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. ഈ ഒരു ബ്ലൈഡിൽ ചെറുതായിട്ട് മുക്കിയിട്ട് ചെറുതായിട്ടൊന്ന് ആ ഗ്ലാസിൻ്റെ അവിടെ ചെറുതായിട്ടൊന്ന് പോറി കൊടുത്താൽ, അതിന് മുമ്പ് ഒരു ഫോൺ ഓഫ് ചെയ്യണം കേട്ടോ. നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ബാക്ക് ഗ്ലാസ് ഒക്കെ റിമൂവ് ചെയ്യുന്ന സമയത്ത് തീർച്ചയായിട്ടും ഫോൺ ഓഫ് ചെയ്തിരിക്കണം. അതുപോലെ തന്നെ മെയിനായിട്ട് ഞാൻ ഈ ഒരു ബ്ലൈഡിന് അകത്ത് കയറ്റുന്നതുകൊണ്ട് വളരെ ചെറിയൊരു അംശം മാത്രമാണ് ഞാൻ കയറ്റുന്നത്. ഒരുപാട് കയറ്റിക്കളയൽ, കാരണം ഇവിടെയൊക്കെ ബാറ്ററി ഉണ്ട്, ബാറ്ററി പൊട്ടിത്തെറിക്കാനൊക്കെ ചാൻസ് ഉണ്ട് ഈ ബ്ലൈഡൊക്കെ കയറി വിട്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് കുറച്ച് മാത്രം ടിന്നർ കുറച്ചകത്ത് കയറുന്നതിന് വേണ്ടി മാത്രം ജസ്റ്റ് ഒന്ന് ടിന്നറിൽ മുക്കിയതിന് ശേഷം ജസ്റ്റ് കുറച്ച് മാത്രം കയറ്റി ജസ്റ്റ് ഒന്ന് പോറി കൊടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, പൊട്ടിയിരിക്കുന്ന ഗ്ലാസ്സൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഫുള്ളായിട്ട് പൊട്ടും, അതൊന്നും കാര്യമാക്കേണ്ട. പൊട്ടാത്ത ഗ്ലാസ്സൊക്കെ നല്ല ഫ്രീ ആയിട്ട് തന്നെ നിങ്ങൾ ഈസി ആയിട്ട് തന്നെ ഇളക്കാൻ ശ്രമിക്കുക. പൊട്ടിയിരിക്കുന്ന ഗ്ലാസ് എന്തായാലും പൊട്ടും, വളരെ നൈസായിട്ട് ഒന്ന് പോറി കൊടുത്താൽ മാത്രം മതി. ചെറുതായിട്ടൊന്ന് പോറി കൊടുക്കുക. ടിന്നറും കൂടെ ആകുമ്പോഴത്തേക്കും വളരെ ഈസി ആയിട്ട് തന്നെ ആ ഒരു ഗമ്മ് ഇതായിട്ട് ഡൈല്യൂട്ടായിട്ട് ഗമ്മ് ഫ്രീ ആവും, ഗം ഇളകി വരും. ജസ്റ്റ് 4 സൈഡും ഒന്ന് പോറി കൊടുക്കുക. കാരണം ഞാൻ ഈ കാണിക്കുന്ന പോലെ തന്നെ പോറി കൊടുക്കും. വളരെ കുറച്ച് ഭാഗം മാത്രം കയറ്റിയാൽ മതി, ഒരുപാട് കയറ്റണ്ട, വളരെ കുറച്ച് ഭാഗം തന്നെ മാത്രം കയറ്റിയാൽ മതി. നമ്മൾ പണ്ട് ഡിസ്പ്ലേ എങ്ങനെ റിമൂവ് ചെയ്യുക എന്നുള്ളതിനെക്കുറിച്ചുള്ള വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ ഈ ബ്ലൈഡ് ഉപയോഗിച്ച് ഡിസ്പ്ലേ ഈസി ആയിട്ട് റിമൂവ് ചെയ്യുന്നത് കാണിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെയാണ് ഇതും ബാക്ക് ഗ്ലാസ് ഇളക്കുന്നത്. വളരെ കുറച്ച് മാത്രം ഈ ഗ്ലാസിൻ്റെ സൈഡിലിട്ട് കയറ്റിയിട്ട്, ഇത് പൊട്ടിയിരിക്കുന്ന ഭാഗമാണ്, അതുകൊണ്ട് പൊട്ടാനുള്ള ചാൻസ് വളരെ കൂടുതൽ തന്നെയാണ്. ഇളക്കാൻ പൊട്ടിയിരിക്കുന്ന ഭാഗത്ത് ഇളക്കാൻ കുറച്ച് പാടായിരിക്കും, എങ്കിലും ജസ്റ്റ് കയറ്റി. ഇവിടെ ഹാർഡ് തോന്നുകയാണെങ്കിൽ, എവിടെയെങ്കിലും പോകാൻ ഹാർഡ് തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടെ ടിന്നർ മുക്കിയതിന് ശേഷം നിങ്ങൾക്ക് ഒന്നും കൂടെ പോറി വിടാവുന്നതാണ്. ഇവിടെ കുറച്ച് ഹാർഡാണ്, കുഴപ്പമില്ല, നമുക്കത് റെഡിയാക്കി എടുക്കാൻ പറ്റും, ഇളക്കിയെടുക്കാൻ പറ്റുകയൊക്കെ ചെയ്യും. ഇത് രണ്ടാമത് ഒട്ടിച്ച ഗ്ലാസ്സാണെന്ന് തോന്നുന്നു, ഇല്ലെങ്കിൽ ഇത്ര ഹാർഡൊന്നും വരത്തില്ല. 4 സൈഡും
ഊറി എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ആ ഷീറ്റ് ഇതിൻ്റെ ഷീറ്റ് ജസ്റ്റ് വീണ്ടും ഒന്ന് ജസ്റ്റ് ആ ഒരു ടിന്നറിൽ ഡൈല്യൂട്ട് ചെയ്ത ശേഷം മുക്കിയ ശേഷം ആ പ്ലാസ്റ്റിക് ഷീറ്റ് നിങ്ങൾ ഇതിൻ്റെ അകത്ത് കയറ്റി ജസ്റ്റ് നേരത്തെ ബ്ലൈഡ് ഉപയോഗിച്ച് നമ്മൾ ഇത്തിരി ഗമ്മൊക്കെ റെഡിയാക്കി വെച്ചിരിക്കുന്ന കാരണം വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് പ്ലാസ്റ്റിക് ഷീറ്റും കയറ്റി നമുക്ക് തിളക്കാൻ സാധിക്കും. ഒന്ന് കറക്കി കൊടുത്താൽ മതി, ജസ്റ്റ് 4 സൈഡും ഒന്ന് കറക്കി കൊടുത്താൽ മതി. പിന്നെ എന്ന് പറയുന്നത് ചില ഫോണുകളിൽ ബാക്ക് സെൻസർ വരികയാണെങ്കിൽ ജസ്റ്റ് നൈസായിട്ട് ജസ്റ്റ് പൊക്കിയിട്ട് ആ സെൻസറിൻ്റെ സ്ട്രിപ്പ് ഇളക്കിയതിന് ശേഷം മാത്രമേ ഇളക്കുക. ഇതിൽ സെൻസർ സൈഡിലായതുകൊണ്ട് ബാക്ക് കവറിൽ സെൻസർ ഒന്നും തന്നെ വരത്തില്ല, അതുകൊണ്ട് ആ സ്ട്രിപ്പ് ഒന്നും വരത്തില്ല. സ്ട്രിപ്പ് വരികയാണെങ്കിൽ വലിച്ച് പൊളിച്ചെടുക്കാതെ ജസ്റ്റ് ഇങ്ങനെ പൊക്കിയെടുത്തതിന് ശേഷം ആ സ്ട്രിപ്പിൻ്റെ ഒരു കണക്ഷൻ ഇവിടെ കാണാം, ആ കണക്ഷൻ എടുത്തിട്ട് നമുക്ക് വെളിയിലെടുക്കാവുന്നതാണ്. ഓക്കെ, ഇവിടെ കണ്ട് ഞാനിതിപ്പോൾ വെളിയിലെടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് നമുക്ക് വലിയ ഡാമേജ് ഒന്നും ആയിട്ടില്ല. ഇത് നേരത്തെ പൊട്ടിയിരുന്ന ഭാഗമാണ്, അല്ലാതെ വേറെ ഒന്നും തന്നെ പൊട്ടിയിട്ടൊന്നുമില്ല. വളരെ ഈസി ആയിട്ട് തന്നെ ഇളക്കിയെടുത്തു. നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് കൂടുതൽ ഡാമേജസ് ഒന്നും ഇല്ലാതെ തന്നെ വരുത്താതെ ഈ ഒരു കണക്കിൽ നിങ്ങൾക്ക് ഇളക്കിയെടുക്കാം. നിങ്ങൾക്ക് തന്നെ സ്വന്തമായിട്ട് ഇളക്കിയെടുക്കാൻ സാധിക്കും. ഇളക്കിയെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഗമ്മ് വാങ്ങിച്ച് ഈ 4 സൈഡിലും ജസ്റ്റ് ഇട്ട് ഞാനിത് കാണിച്ചു തരാം. ഗമ്മ് ഇടുന്നതും കൂടെ ഞാൻ കാണിച്ചു തരാം. അത് അടുത്തൊരു വീഡിയോയിലാവും. എനിക്ക് ഇതിൻ്റെ ബാറ്ററി മറ്റു കാര്യങ്ങൾ നോക്കാണ്, കാരണം ഇതിൻ്റെ ചാർജിങ് ഇഷ്യൂസ് ആയിട്ട് വന്നൊരു ഫോണാണ്. ബാറ്ററി മറ്റ് ബോർഡൊക്കെ എനിക്ക് ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷം ഗ്ലാസ് ഒട്ടിക്കുന്ന രീതി കൂടി ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഫ്രണ്ട്സ്, ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യുന്നതോടൊപ്പം തന്നെ മറ്റുള്ളവരുടെ അറിവിലേക്ക് ഷെയർ ചെയ്ത് കൂടി കൊടുക്കുക. അടുത്തൊരു വീഡിയോ വീണ്ടും കാണുന്നവരെ ബൈ.